മധ്യവയസ്സ് വരെ ഒരേ കിടപ്പിൽ നരകയാതന അനുഭവിക്കുമ്പോഴും പാർട്ടിയെ തള്ളിപ്പറയാത്ത വിപ്ലവ വീരത്തിന്റെ ചുരുക്കപ്പേരായിരുന്നു പുതുക്കുടി പുഷ്പൻ എന്ന് ജീവിക്കുന്ന രക്തസാക്ഷി. കൂത്തുപറമ്പ് സമരത്തിന്റെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് പുറത്തു നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം കിടന്ന കിടപ്പിൽ അറിയുന്നുണ്ടായിരുന്നുവെങ്കിലും മറ്റാരേക്കാളും കൂടുതൽ പാർട്ടിയാണ് ശരിയെന്ന് പുഷ്പൻ വിശ്വസിച്ചു. നിരവധി അസുഖങ്ങൾ കാരണം 2 മാസത്തിലേറെയായി ചികിത്സയിൽ കഴിയുകയായിരുന്നു. 1994 നവംബറിലാണ് കൂത്തുപറമ്പിൽ MP രാഘവനെതിരെ നടന്ന പ്രതിഷേധത്തിനിടെ പോലീസ് വെടിവെപ്പുണ്ടാവുന്നത്. വെടിവെപ്പിൽ 5 പേർ മരിച്ചിരുന്നു. നാളെ രാവിലെ 8 മണിക്ക് പുഷ്പന്റെ മൃതദേഹം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കണ്ണൂരിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് 10:30 തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം 12 മണിക്ക് മേനപ്രം രാമവിലാസം സ്കൂളിലും പൊതുദർശനമുണ്ടാകും. 5 മണിക്ക് ചൊക്ലിയെ വീട്ടിലെത്തിക്കും. രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണങ്ങൾക്കിരയായി ജീവിതം തകർന്നവർ ഏറെയുണ്ടെങ്കിലും ജീവിക്കുന്ന രക്തസാക്ഷി എന്ന വിശേഷണം പുഷ്പനോളം ചേരുന്നവർ CPM-ൽ വിരളമായിരുന്നു. അപ്പോഴും ഒരു എതിർശബ്ദവും ഉയർത്താതെ പാർട്ടിക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയായിരുന്നു പുഷ്പൻ. കേരളത്തിലെ പാർട്ടിക്ക് ആരായിരുന്നു പുഷ്പൻ? തണ്ടൊടിഞ്ഞിട്ടും വാടാതെ 3 പതിറ്റാണ്ടോളം കാലം ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി നിന്ന പുഷ്പൻ പാർട്ടിക്കാർക്ക് ആവേശം തുളുമ്പുന്ന ഒരു ഓർമ്മയാണ്. DYF എന്ന സംഘടനയാകട്ടെ 5 സഖാക്കളുടെ ജീവൻ ബലി നൽകിയ കൂത്തുപറമ്പ് സമരത്തിന്റെ പകരം വെക്കാനില്ലാത്ത പ്രതീകവും. കർഷക തൊഴിലാളി കുടുംബത്തിൽ പിറന്ന പുഷ്പന് 8ാം ക്ലാസ് വരെ മാത്രമായിരുന്നു ഔപചാരിക വിദ്യാഭ്യാസം. നാട്ടിൽ സജീവ പാർട്ടി പ്രവർത്തകനായിരുന്നു പുഷ്പൻ. കുടുംബം പുലർത്താനായി ബംഗളൂരിലേക്ക് വണ്ടി കയറി. അവിടെ പലചരക്ക് കടയിലായിരുന്നു ജോലി. അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ സോഷ്യോളജി വിരുദ്ധ സമരം കേരളത്തിൽ ആളിക്കത്തുകയാണ്. പുഷ്പനും അതിന്റെ ഭാഗമായി. അങ്ങനെയാണ് 1994 നവംബർ 25 ആഴ്ച കൂത്തുപറമ്പിൽ MP രാഘവനെ തടയാനുള്ള സമരത്തിന്റെ ഭാഗമാവുന്നത്. കൂത്തുപറമ്പിൽ അർബൻ ബാങ്ക് സായന ശാഖ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു സഹകരണ മന്ത്രിയായിരുന്ന MP രാഘവൻ. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കേണ്ടതായിരുന്നു മന്ത്രി N രാമകൃഷ്ണൻ. സംഘർഷ സാധ്യതയുണ്ടെന്ന പോലീസ് മുന്നറിയിപ്പിനെ തുടർന്ന് ചടങ്ങിൽ നിന്നും പിന്മാറിയെങ്കിലും രാഘവൻ ഉറച്ചു നിന്നു. ഒടുവിൽ മന്ത്രി രാഘവൻ എത്തിയപ്പോഴേക്കും പ്രവർത്തകർ ഇരിച്ചെത്തി. പോലീസ് ലാത്തിചാർജ് തുടങ്ങിയതിന് പിന്നാലെ പ്രവർത്തകർ കല്ലേറു തുടങ്ങി. ഇതോടെയാണ് പോലീസ് വെടിവെപ്പുണ്ടായത്. പോലീസ് 2 ഘട്ടമായി നടത്തിയ വെടിവെപ്പിൽ DYFI ജില്ലാ പ്രസിഡന്റ് KK രാജീവൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV റോഷൻ, പ്രവർത്തകരായ ഷിബുലാൽ, മധു, ബാബു എന്നിവർ മരിച്ചു വീണു. കഴുത്തിന് പിന്നിലേറ്റ വെടിയുണ്ട പുഷ്പന്റെ സുഷ്മന നാഡിയിലാണ് പ്രഹരമേൽപ്പിച്ചത്. കഴുത്തിന് താഴേക്ക് തളർന്ന പുഷ്പൻ അന്നു മുതൽ കിടപ്പിലായിരുന്നു. പാർട്ടിയുടെ വലയത്തിലായിരുന്നു പിന്നീടുള്ള ജീവിതം. കൂത്തുപറമ്പ് വെടിവെപ്പിൽ പാർട്ടി പ്രതിസ്ഥാനത്ത് നിർത്തിയ MVR-നെ 2 പതിറ്റാണ്ടിന് ശേഷം രാഷ്ട്രീയ ആലിംഗനം ചെയ്യുന്നതിനും കേരളം കണ്ടു. MVR-ന്റെ മകന് നിയമസഭാ സീറ്റും പിന്നീട് പാർട്ടി പദവിയും നൽകി. എന്നാൽ പാർട്ടിക്കപ്പുറം ഒരു വാക്കില്ലാത്ത പുഷ്പൻ ഒരു എതിർശബ്ദവും ഉയർത്തിയിട്ടില്ല. വെടിവെപ്പിന് കാരണമായ സോഷ്യോ കോളേജുകളുടെ കാര്യത്തിൽ CPM നിലപാട് മാറ്റുന്നതും പുഷ്പൻ കണ്ടു. അപ്പോഴും ഒരു എതിർശബ്ദവും ഉയർത്താതെ പുഷ്പൻ അടിയുറച്ച പാർട്ടിക്കാരനായി തന്നെ തുടർന്നു. അതുകൊണ്ട് തന്നെ പുഷ്പന്റെ ചരിത്ര പാട്ടുകളും പ്രസംഗങ്ങളായാലും പാർട്ടി വേദികളിൽ ആഘോഷിക്കപ്പെടുകയുമാണ്.